വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളുള്ള ആളുകളാണ് മൂവി മേഖലയിലുള്ളതെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ബൈ ആൻഡ് ലാർജ് നോബഡി ചെക്സ് ദി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പീപ്പിൾ ഹു വർക്ക് ഇൻ ദി മൂവീസ്. ഇത് വലിയ കുഴപ്പങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും പറയുന്നു. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തികൾ സിനിമാ മേഖലയെ കീഴടക്കിയിരിക്കുന്നുവെന്നും അവർ ആ മേഖലയിലുള്ള സ്ത്രീകൾക്ക് വലിയ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു എന്നും ഹേമ കമ്മീഷൻ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, കാണുന്നത് പുറമേയുള്ള തിളക്കം മാത്രമാണ്. ആരെയും നിരോധിക്കാൻ ശക്തിയുള്ളവരാണ്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് നിരവധി പേർ ആവശ്യപ്പെടുന്നതായുള്ള മൊഴികൾ കൂടിയുണ്ട്. അതായത് സഹകരിക്കുന്നവർക്ക് കോഡ് പേരാണ്, അതായത് ഒരു പേര് നൽകുന്നു, അവർ സഹകരിക്കാൻ തയ്യാറാണെന്ന് കൂടി അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ, അതായത് നടുക്കുന്ന വിവരങ്ങൾ എന്ന് നമുക്ക് പറയണം. സ്മൃതി, നായികയായി അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് നായകന് മുറി തുറന്നു കൊടുക്കണം എന്ന അങ്ങേയറ്റം അത്തരം വാചകങ്ങൾ, അത്തരം കടുത്ത പരാമർശങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അതിലേറ്റവും പ്രധാനം, ഇത് പോലീസിനെ അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതായത് മോശം അനുഭവം ഉണ്ടായി എന്ന് സിനിമയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതിൽ പോലീസ് ഇടപെടാതെ മാറി നിന്നു എന്ന് ഒരു ഇരയായ നടി ഇതിൽ പരാതി കൊടുത്തിരിക്കുന്നു, കൃത്യമായി മൊഴി കൊടുത്തിരിക്കുന്നു. അത് കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പോലീസിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും അടക്കം വീഴ്ച അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ എന്ന് വളരെ വ്യക്തമാണ്. സിനിമാ മേഖലയിൽ സംഭവിക്കുന്ന എല്ലാ മോശം പ്രവണതകളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള സൂചനയുണ്ട്. ഇതിൽ മോശം അനുഭവമുണ്ടായി, അത് കൃത്യമായി പോലീസിനെ അറിയിച്ചു. പക്ഷേ അത് സിനിമയ്ക്ക് മോശമാകും എന്ന് പറഞ്ഞുകൊണ്ട് അതിലിടപെടാതെ പോലീസ് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ഭരണ സംവിധാനത്തിന്റെ അടക്കം വീഴ്ച അതിലുണ്ടായിട്ടുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികൾ സിനിമാ മേഖല കീഴടക്കുന്നു. അതിന്റെ ഉദാഹരണം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നമ്മൾ കണ്ടതാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, അതിൽ നിന്നാണ് ഈ ആമുഖം തുടങ്ങുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിനിമാ മേഖലകളിൽ അസോസിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആളുകൾ പരാതി നൽകിയിട്ട് പോലും നടപടിയെടുത്തിട്ടില്ല എന്ന കാര്യവും കൂടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങേയറ്റം ഒരുപക്ഷെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. സിനിമ എന്ന മാഫിയ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഫാൻസ് അസോസിയേഷനുകളാണ് ഇത്തരം നടന്മാർക്ക് ഈ താരപരിവേഷം നൽകുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു താരപരിവേഷം ഇല്ല എന്ന് കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. സ്മൃതി, അതോടൊപ്പം ഇതിൽ പറയുന്നത്, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയും പോലീസ് സംവിധാനമോ ഭരണ സംവിധാനമോ നടത്തുന്നില്ല എന്നും ഇവർ നടത്തുന്ന എല്ലാ ചൂഷണങ്ങൾക്കും ഇരയാകുന്നത് സിനിമാ മേഖലയിലെ രണ്ടാം നിരക്കാരായ ആളുകളാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ബൈ ആൻഡ് ലാർജ് നോബഡി ചെക്സ് ദ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പീപ്പിൾ ഹൂ വർക്ക് ഇൻ ദ മൂവീസ്. ഇത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. സിനിമാ മേഖലയിലാണെങ്കിൽ ഏത് തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിലും ഇടപെടാം. ഒരു തരത്തിലുമുള്ള പരിശോധനയ്ക്കും പോലീസ് അവിടെ ഇടപെടുന്നില്ല. അങ്ങനെ ഒരു ഇടപെടൽ നടക്കുന്നില്ല എന്ന് കൂടി ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ വളരെ നിർണായകമായ റിപ്പോർട്ട്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ വെളിപ്പെടുത്തലുകളാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വെറുതെ അല്ല, ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ കുറിച്ച് വലിയ ആകാംക്ഷകൾ ഈ സിനിമാ മേഖലയിലുള്ളവർ വെച്ച് പുലർത്തിയതെന്ന് വ്യക്തമാക്കുന്നതാണ്. അതിശക്തമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നോക്കൂ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ, ആ ആളുകളാണ് ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ മേഖലയായ കലാമേഖലയായ സിനിമാ വ്യവസായത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി അടിവരയിട്ട് ഈ റിപ്പോർട്ട് പറയുന്നു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഏതാനും ക്രിമിനൽ ഗ്രൂപ്പുകൾക്ക് കൈയടക്കി വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് മലയാള സിനിമാ ലോകത്തുണ്ടായിരിക്കുന്നു. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യവസായത്തിൻ്റെ ഭാഗമായി കലാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ സ്ത്രീയും അരക്ഷിതയാണ്, ഇൻസെക്യൂർ ആണ് എന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ റിപ്പോർട്ട്. അതുതന്നെയാണ് ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. നമുക്കറിയാവുന്നതുപോലെ ഒരു നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കമ്മിറ്റി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ന് മലയാള സിനിമാ വ്യവസായ മേഖലയിൽ ക്രിമിനൽ സംഘങ്ങൾ പിടിമുറുക്കുന്നുവെന്നും
അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് സിനിമാ മേഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നുമാണ്. അവിടെ നടികളെ തീരുമാനിക്കുന്നത് താരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ വെറും താരങ്ങളല്ല, അവർ ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളല്ല എന്ന് വ്യക്തമായി റിപ്പോർട്ട് പറയുമ്പോൾ നമ്മൾ താരങ്ങളെന്ന് വിളിച്ച് ആരാധിക്കുന്ന പലരുടെയും മൂടുപടം മുഖപടം അഴിഞ്ഞു വീഴുകയാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഈ താരങ്ങളെല്ലാം ഈ ആകാശത്തെ വലിയ ആശയക്കുഴപ്പങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുകൂടി ഈ റിപ്പോർട്ട് പറയുന്നു. ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ഈ ആകാശം ഒട്ടേറെ കുഴികളും ചുഴികളും മലരുകളും നിറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആദ്യത്തെ വരിയിൽ തന്നെ മലയാള സിനിമാ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തതയോടുകൂടി ഈ റിപ്പോർട്ട് പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ആകാശത്തിൽ തിളങ്ങുന്ന താരങ്ങളെല്ലാം നല്ല നക്ഷത്ര ശോഭയോടെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ആരും ധരിക്കണ്ട എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ പല പ്രധാനപ്പെട്ട താരങ്ങളും ആ താരങ്ങളുടെ ക്രിമിനൽ സ്വഭാവവും വെളിച്ചത്ത് കൊണ്ടുവരുന്നൊരു ശ്രമം ഈ റിപ്പോർട്ട് നടത്തി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സിനിമാ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്ന പീഡന വാർത്തകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിനെല്ലാം അക്കമിട്ട് ശരിവെക്കുന്ന നിലപാടാണ് ഈ റിപ്പോർട്ടിലൂടെ ഹേമ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. ശക്തമായ നിരീക്ഷണങ്ങൾ ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു നടിയായി ഈ മേഖലയിൽ തുടരണമെങ്കിൽ നിങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു. ആ വിട്ടുവീഴ്ചകൾ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്കൊരു റോൾ ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഈ സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ, ഈ മേഖലയിൽ തുടരണമെങ്കിൽ, നിങ്ങൾക്കിവിടെ ശോഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഹേമ കമ്മിറ്റി പുറത്തു പറഞ്ഞിരിക്കുന്നത്. അതുമാത്രവുമല്ല, ക്രിമിനൽ സംഘം ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഓരോ സിനിമയിലും പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയുന്നു. അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളത്. മയക്കുമരുന്നിൻ്റെ വ്യാപനം അതിശക്തമായി മലയാള സിനിമാ മേഖലയെ കീഴടക്കിയിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നുമാണ് പ്രധാനമായിട്ടും ലഹരിക്ക് അടിമപ്പെട്ടൊരു വൻ സംഘം ഇപ്പോൾ മലയാള സിനിമാ രംഗത്ത് ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. നോക്കൂ സ്മൃതി, നമ്മൾ അറിയുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു സർക്കാർ നിയോഗിച്ച കമ്മിറ്റി വ്യക്തമായി പലരുടെയും അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെല്ലാം കേട്ടുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനങ്ങളാണ്. ഇതെല്ലാം വസ്തുതാപരമാണ് എന്നതാണ് Cinema is a male-dominated industry. It's an exclusive boys' club where men sit and chat over long hours at night, discussing the script of movies or other aspects of the projects and hands-on ഫ്യൂച്ചർ പ്രോജക്ട്സ്. അതായത് ബോയ്സ് ക്ലബ്ബാണ്. അവിടെ സ്ത്രീകൾക്ക് യാതൊരു അംഗീകാരവും ലഭിക്കുന്നില്ല. സ്ത്രീകളോട് ശിലായുഗ കാലത്തെ സമീപനം, അവിടെ ഒരു നിശബ്ദതയുണ്ട്. സ്ത്രീകൾക്ക് മിണ്ടാൻ ഭയമാണ്. രണ്ടാം നിര താരങ്ങൾക്ക് താമസിക്കാൻ സെറ്റുകളിൽ സംവിധാനം ഒരുക്കുന്നത് ലോഡ്ജുകളിലാണ്. അവിടെ മദ്യപാനമടക്കം അരങ്ങേറുന്ന ലോഡ്ജുകൾ. ഇതിനകത്ത്